बजते हो घुंघरू कहीं पे, आके पर्वतों से जैसे गिरता हो झरना ज़मीं पे। झरनों की मौज है वो, मौजों की रवानी है। मेरी महबूबा महबूबा मेरी जिंदगानी है, मेरी महबूबा। महबूबा बड़ी मस्तानी है, मेरी महबूबा। അർജു, അടിപൊളിയായിരുന്നടാ. ഡാൻസ് കളിക്കാൻ എന്താ നിനക്കൊരു മടി? ഡാൻസ് ഈ ചമ്മലൊന്നും ഇനി പറ്റില്ല കേട്ടാ. എന്താ നിനക്ക് മടി? എന്താ ഡാൻസ് കളിക്കാൻ? പിന്നെ ഇങ്ങനെ ചമ്മി ചമ്മിയല്ലേ ഡാൻസ് കളിച്ചാൽ ചേട്ടാ? സ്റ്റെപ്പ് ഒന്ന് കാണിച്ചേ, സ്റ്റെപ്പ് കാണിച്ചേ. നിനക്കൊരു ചമ്മലുണ്ടായിരുന്നു, ഇനി പറ്റില്ല, അതൊക്കെ മാറ്റി വെക്കണം കേട്ടാ. ഓ, ഇപ്പൊ സ്റ്റെപ്പ് പഠിപ്പിച്ചത് റിഹാൻ പഠിപ്പിച്ചത്. എടാ റിഹാനെ, നീ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിക്കും മക്കളെ. അത് അതാ പഠിക്കട്ടെ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യും, നമുക്ക് അറിയാലോ. മറ്റേ ഡാൻസ് ടീച്ചേഴ്സിന് ഡാൻസ് മാസ്റ്റർ. ഡാൻസ് മാസ്റ്റർ റിഹാൻ പ്ലീസ്. റെഡി. അത് കുറച്ച് എനർജിയിൽ കാണിക്കേ. അപ്പൊ അതാണ് അതായിരുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ മക്കളെ, താങ്ക് യുടാ റിഹാൻ. ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥം മനസ്സിലായത്. അത് കമ്പോസ് ചെയ്ത ആള് തന്നെ വന്ന് കാണിച്ചു. ഗ്രേറ്റ് ജോബ്. ഓക്കെ, ഇനി നമുക്ക് പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സാർ. മക്കളെ, നല്ല സുഖമുള്ള ഒരു പാട്ട്. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. അത് പറയാം. നിനക്കൊരു മുകളിലൊക്കെ പാടുമ്പോ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ ജീവിതത്തിൽ എന്നൊരു പേടി? എന്തിനാ അത്? വെള്ളിയും വ്യാഴവും ഒക്കെ പോട്ടടാ. അതൊരു ആക്സിഡന്റ് അല്ലേ. അത് മോന്റെ ടാലന്റുമായിട്ട് ഒരു ബന്ധമില്ലടാ വെള്ളിക്ക്. അത് മനസ്സിലാക്കുക. വെള്ളി അടിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ മാർക്ക് കുറയ്ക്കത്തതേ ഇല്ല. അവനെ പാടിക്കോ, കുഴപ്പമില്ല. കിട്ടുന്നൊരു അവസരമല്ല. ആ പേടി കാരണം നിനക്ക് ഒരു നല്ല ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ ആക്കും. അത് അങ്ങനെ വന്നോട്ടെ. മനുഷ്യരല്ലടാ. വെള്ളി അടിക്കാത്ത പാട്ടുകാരൊന്നും ഇല്ല. എല്ലാവരുടെയും തൊണ്ടാ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എന്തിനാ പേടിക്കുന്നത്? വലിയ ഭീകര പാട്ടുകാർ, ഉഗ്ര ലെജൻസ്, അവരും പാടുമ്പോൾ ലൈവ് ഷോയ്ക്കൊക്കെ വെള്ളിയൊക്കെ വന്നിട്ടുണ്ട്. സോ വാട്ട്? അവർക്ക് ആയുസും കുറഞ്ഞിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. മക്കളെ നന്നായിട്ട് പാടി. എനിക്ക് മറ്റേ ആ നാലാമത്തെ ലൈൻ അതൊന്ന് പാടി കേൾപ്പിക്കുമോ? അത്രയും ബഹളത്തിന് എന്തിനാ പാടുന്ന? ഈ പാട്ടിന്റെ പേര് സമാധാനം. മേരി ജിന്ദഗാനി ഹൈ മേരി അന്ന് പാടുമ്പോ അത് കേക്കത്തല്ലേ മോനെ? മേരി ജിന്ദഗാനി മോനെ ക്ലാരിറ്റി
गानी ആ है നീ എന്ന് പാടുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഇല്ല. അല്ലാതെ ഈ പാട്ട് അത് ഡിമാൻഡ് ചെയ്യുന്നതുമില്ല. അതിനൊരു ക്ലാരിറ്റി വേണം മോനെ. അത് പാടിയ ഒരു 2-3 സ്ഥലമുണ്ട്, അത് അത്ര സ്ഥലവും അത് ഒരു കൈവിട്ടു പോയി മക്കൾക്ക്. അത് കുഴപ്പമില്ല. പക്ഷേയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മോനെ ഡാൻസ് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചാൽ അങ്ങ് ചെയ്യണം. അതെ, എന്തായാലും എല്ലാരും കാണും. അതെ, അതാണ്. അങ്ങനെ വിചാരിക്കാത്ത എന്താ, എന്തായാലും എല്ലാരും കാണും. എല്ലാവരും കാണും. പിന്നെ അവിടെ വന്ന് ചമ്മി ഞാൻ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ മഹാവൃത്തിയാണ്. നിനക്ക് ചെയ്യാൻ പറ്റും മോൻ, അങ്ങനെ വിചാരിച്ചാൽ ചെയ്യുന്ന നല്ല രസമാടാ കാണാൻ. നല്ല രസമാണ്. അപ്പോൾ ഈ ഡാൻസ് കളിക്കുക ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് വരെ അത് കണ്ടപ്പോൾ നന്നായിട്ട് ചെയ്തു. പക്ഷെ പിന്നെ എന്തിനാ ചമ്മുന്നത്? അതുപോലെ മോനെ അനുപല്ലവിയുടെ സെക്കൻഡ് ലൈൻ, അതെന്താണ് ഒരു നിലാവത്ത് കോഴി അഴിച്ചുവിട്ട ലക്ഷണം? ഒരു സംശയം മൊത്തത്തിൽ. അതൊന്ന് ക്ലീനായിട്ട് പാടാമോ, ഒരു യാതൊരു ഡൗട്ടും ഇല്ലാണ്ട്? आके पर्वतों से जैसे गिरता हो झरना ज़मीं पे. ഇപ്പം പിന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഒരു അന്ന് പുകമറയ്ക്കുള്ളിലായിരുന്നു. പക്ഷെ മോനെ നല്ല നല്ല സുഖമുള്ള ഒരു പാട്ട്, അത്രയും ഹിറ്റായിട്ടുള്ള പാട്ട് മക്കള് നന്നായിട്ട്. ഇതൊക്കെ ഞാനിപ്പം മക്കള് പാടുമ്പോഴൊക്കെ എനിക്ക് റാഫി സാബിന്റെ ശബ്ദം ഇങ്ങനെ തലയെ കിടന്ന് ഉരുളുക. അത് അങ്ങനെ ഒരു ശബ്ദമാണ് അദ്ദേഹത്തിന്, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ മോനെ എന്തൊക്കെയാലും പാട്ടെടുത്തോണ്ട് വന്നതിന് ചക്കര ഉമ്മ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക അർജുനെ എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സർ. എനിക്കും സിന്ദഗാനിയാണ് പ്രശ്നം. എല്ലാ സിന്ദഗാനിയും എന്തോ ഗാനിയായി എവിടേക്കോ കിടപ്പുണ്ട്. പിന്നെ ആ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിയടാ, ഗുൻഗുനായി. गुनगुनाए से जैसे बजते हो घुंघरू कहीं ഓക്കെ, पे. അത് ശരത്തേരൻ പാടി. ഓക്കെ, പിന്നെ ചരണത്തിന്റെ ബൻസവർ. बन सवर के निकले आए सावन का जब जब महीना. ഓക്കെ, നേരത്തെ പാടിയപ്പോൾ ഒരു വല്ലാത്തൊരു സ്ട്രെയിൻ ഫീൽ ചെയ്തു അവിടെ. എൻ്റെ മെയിൻ പ്രോബ്ലം സിന്ദഗാനിയാണ്. സിന്ദഗാനിയുടെ ആ ഒരു പ്ലാൻ കിട്ടാത്തതില്ല. കാരണം എന്താണെന്നറിയാം, ഞാൻ ലൈഫിൽ ഫസ്റ്റ് കീബോർഡിൽ വായിക്കുന്ന പാട്ടിതാ. അതായത് എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ഇസ്മായിൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം നമ്മൾ റാസൽ ഖൈമിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഷാർജയിലാണ് പുള്ളി വയ്ക്കണം. അപ്പൊ പുള്ളിക്ക് ഒരു കീബോർഡ് ഉണ്ട്, ഒരു കാസിയോടെ വലിയ കീബോർഡ്. അപ്പൊ അത് പിന്നെ നമ്മൾ പുള്ളിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ പറയാം എനിക്കത് വേണം. പുള്ളി പറഞ്ഞാൽ എടുത്തോ ഞാൻ വേറെ മേടിച്ചോളാം. എന്നിട്ട് പുള്ളി എനിക്ക് ഫസ്റ്റ് പിന്നെ വായിക്കാൻ പഠിപ്പിച്ച പാട്ട് ഇതാണ്. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എനിക്ക് ഈ ഒരു പാട്ടിനോട്. പക്ഷെ എന്തൊരു പാട്ട് ഇപ്പൊ കേട്ടാലും ഈ മനുഷ്യൻ, അതും ടെക്നോളജി ഒന്നും എവിടെയും എത്താത്ത ഒരു കാലത്താണ് ഈ പുള്ളി ഓട്ടോ ട്യൂണോ അങ്ങനെയുള്ള ഒരു കുന്തും ഇല്ലാതെ, ഓട്ടോറിക്ഷ പോലും ഇല്ലാത്ത സമയത്താണ് പുള്ളി ഇതൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ അലക്കി വെച്ചിരിക്കുന്നത്. റാഫി സാബ് ലെജൻഡുകളുടെ ലെജൻഡാണ്. അതെ, അദ്ദേഹം അങ്ങനെ പറയണം. അത്രേ ഉള്ളൂ മക്കളെ. ബാക്കി സിന്ദഗാനി മാത്രം അതിപ്പം ശരത്തിന്റെ എന്തായാലും പാടിപ്പിച്ചു. That's all. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ നല്ല പെർഫോമൻസ് ആയിരുന്നു അർജുൻ. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ എനിക്ക് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂളായി അർജുൻ. നിങ്ങൾ കൂളായാൽ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് ബെറ്റർ ആവും എപ്പോഴും. അപ്പോൾ ആദ്യം എനിക്ക് ആ മേരി സിന്ദഗാനി അതാണെന്ന് ആ ഒരു പ്ലാൻ ഇല്ലേ, നമ്മൾ ഏത് പ്ലാൻ ആണെങ്കിലും അത് ആദ്യം അതിനെ സ്ലോ ഡൗൺ ചെയ്ത് പാടി നോക്കണം. കാരണം നമുക്ക് സ്ലോയിൽ പാടാൻ പറ്റിക്കഴിഞ്ഞാൽ ഗ്രാജ്വലി അതിൻ്റെ സ്പീഡ് കൂട്ടാമല്ലോ. പക്ഷെ നമ്മൾ ആദ്യമേ ഒരു കാറ് പഠിക്കുമ്പോൾ എങ്ങനെയാ, ആദ്യം ഒന്ന് പതുക്കെ ഓടിച്ചല്ലേ. ആദ്യം അർജുൻ കയറി ഇരുന്നിട്ട് 110-ലാണോ പോകുന്നത്? അല്ല, ഒന്ന് സമാധാനിച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മൾ സിംഗിങ് ആണെങ്കിലും ചില സംഗതീസ് അല്ലെങ്കിൽ ചില പ്ലാൻസ് നമ്മൾ അതിൻ്റെ എന്തുകൊണ്ടത് ആ ഒരു പ്ലാന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പാടാൻ ശ്രമിക്കണം, ഇൻസ്റ്റെഡ് ഓഫ് ആദ്യമേ ആ ഒരു സ്പീഡിൽ ട്രൈ ചെയ്യുന്നതിന് പകരം. പിന്നെ മോനെ രസമായിട്ട് പാടി, എനിക്കത് മാത്രമേ ഉള്ളൂ. നല്ല ഫീലായിരുന്നു. ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇനിയൊക്കെ തുറന്നടിച്ച് ചെയ്യുക കേട്ടോ. എന്തായാലും ഡാൻസ് ചെയ്യാണ്, എല്ലാവരും കാണും. പിന്നെ നമ്മള് കളിയാക്കേണ്ടവര് കളിയാക്കും, കൈയടിക്കാനുള്ളവർ കൈയടിക്കും. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി മാർക്ക് ചോദിക്കാം. ശരത് സർ, മക്കള് കാർ ഓടിക്കോ? ഇല്ല.
താങ്ക് യു. കാറൊന്നും ഇപ്പോൾ ഓടിക്കണ്ട. അല്ല, ചിലര് പിള്ളേരെടുത്തിട്ട് കാർ എടുത്തൊക്കെ ഓടിച്ചു കളയുവേ. അങ്ങനൊക്കെ ചെയ്യോ? ബൈക്ക് ഓടിക്കോ? പിന്നെ സൈക്കിള്? സൈക്കിൾ ഓടിക്കും. അത് മതി പോരെ. ഇവിടെ ആരെങ്കിലും കാർ ഓടിക്കുന്നവരുണ്ടോ? തീർത്ത മക്കളെ എന്ത് സ്കൂട്ടർ എന്തോ ഓടിക്കും? ഒന്നും ഓടിക്കില്ല. പട്ടിയെങ്കിലും ഓടിക്കുവോ? പട്ടി ഓടിച്ചിട്ടുണ്ടോ തന്നെ? ചിലവർ അത് ശരിയാ. പുല്ല് ചുമക്കുന്ന ആളുടെ മേത്തേക്ക് കൊണ്ടുപോയി ചാടിക്കേറി. പാവം. അയാൾ കഷ്ടപ്പെട്ട് അയാൾ പുലി പോകുന്നുണ്ട്, അയാളുടെ ദേഹത്ത് കയറി ഇലനക്കി പറഞ്ഞില്ലേ? അല്ല, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനിത് എന്തായാലും കാണുമ്പോ അവനാണെന്ന് തന്നെ മനസ്സിലായിക്കോളൂ. അവനെ കാണുമ്പോഴേ പട്ടികൾ ഓടിക്കും. അയ്യോ. ഞങ്ങള് ബാംഗ്ലൂർ ചെന്നു. ഞാനും അവനും ഇങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് എവിടെ പോയി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ഇവൻ പറയാം, ഞാൻ ഹോസ്പിറ്റലിൽ. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? എന്നെ ഒരു പട്ടി കടിച്ചു. അങ്ങനെ അവൻ പോയി ഇഞ്ചക്ഷൻ എടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഇതുപോലെ നടന്നപ്പോഴത്തേക്ക് ഇവനെ മാത്രം ഇട്ട് ഓടിക്കുക. ഇതൊരു സ്ഥിരം കാഴ്ചയായി എനിക്ക്. അതെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞടാ, ഇത് ഹരി പട്ടി ഹരി എനിക്ക് ലോറി ഓടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ട്രാക്ടർ ഓടിക്കണമെന്ന് വലിയ ആഗ്രഹം. അതിനകത്ത് അത് കുലുങ്ങി പിന്നെ ഒരു വികാരം അടിപൊളിയായിരിക്കും. നോക്കട്ടെ ഇവൻ സഹായിക്കട്ടെ. മക്കളെ, ഈ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങള് നമ്മള് വാക്കിങ്ങിന് പോവായിരുന്നു. അപ്പൊ നിനക്ക് നാഞ്ചിൽ അരുളിനെ അറിഞ്ഞോളൂ? മൃദംഗം ഇപ്പൊ മെസ്സേജ് ചെയ്ത് ഡോക്ടർ നാഞ്ചിൽ അരുള്ള അവനാണ് മിക്കവാറും കച്ചേരികളിൽ എനിക്ക് മൃദംഗം ഹരിക്കൊക്കെ മിക്കവാറും നല്ല ഒരു ഓളമുള്ള കക്ഷിയാണ്. അപ്പൊ ഞങ്ങൾ ആ വാക്കിങ്ങിന് പോകുന്നത് അവിടെ മുഴുവൻ പട്ടികളാണ്. നമ്മൾ വാക്കിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ റണ്ണിങ് ഓട്ടിച്ചാ വീട്ടിൽ കയറ്റുന്നത്. ഇപ്പൊ എന്റെ അനിയൻ ഒരു വിദ്യ കണ്ടുപിടിച്ച്, വീഡിയോ ഹെഡ് ക്ലീനർ ഇല്ലേ, ഒരു കമ്പ് വെച്ച് മറ്റേ തണുക്കുന്ന സാധനം അടിച്ചാൽ അത് സ്പിരിറ്റ് അതാണ്ട. ഏതോ ഒരു പട്ടിയുടെ മുഖത്തടിച്ച പൊട്ടി, പിന്നെ ആ പട്ടിയെ കണ്ടിട്ടേ ഇല്ല ആ ഏരിയയിൽ. അങ്ങനൊരു സാധനം. അപ്പൊ ഇതെടുത്ത് കൊടുത്ത് നമ്മ കൈ വെച്ച് നടക്കാൻ നേരത്ത് എന്റെ കയ്യിൽ ഇതുണ്ട്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അരുള്, എടേ അത് കൊടറേ, ഞാൻ വെച്ചേക്കറേ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവൻ കൈ വെച്ചേക്ക. എന്നിട്ട് ഞങ്ങൾ നടന്ന് ഈ തൊട്ട് വീടിന്റെ അടുത്ത് എത്താറായപ്പോ എന്നിട്ട് നാലുണ്ടോ. അപ്പൊ ഇവൻ അരുളും ഭയങ്കര ചിരി, കാര്യം മറ്റേ സാധനം കയ്യിരിക്കും അവന്റെ കയ്യില്. അപ്പൊ ഞങ്ങൾ ഓടി അങ്ങ് വീട്ടിലോട്ട് കയറി, ഗേറ്റ് തുറന്നു. ഇവൻ അവിടെ നിന്നിട്ട് പട്ടികളെല്ലാം അടുത്ത് വന്നു തിരിഞ്ഞു നിന്നിട്ട് അതില്ല. അതൊക്കെ ഒരു പട്ടിയെല്ലാം കൂടെ കടിച്ചെടുത്ത് ഇഞ്ഞകത്തിട്ട് അവൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്. പറ്റിപ്പോയി. നമ്മൾ പെട്ടെന്ന് പട്ടി ഇതൊക്കെ പറഞ്ഞപ്പോ ആലോചിച്ചതാ. മക്കളെ, എന്തോ നിനക്ക് 8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക, ഹരിച്ചേട്ടാ, ഓക്കേ, നല്ല മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ അർജുൻ. താങ്ക് യു സർ. ഇത്തവണ കൊള്ളായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.